യുഡിഎഫിന് മൃഗീയ ഭൂരിപക്ഷമുള്ള മണ്ഡലമാണ് നിലമ്പൂരെന്ന് ബിജെപി സ്ഥാനാർത്ഥി മോഹൻ ജോർജ്. അൻവർ മത്സരിച്ചതുകൊണ്ട് മാത്രമാണ് കഴിഞ്ഞ രണ്ട് തവണ എൽഡിഎഫിന് ജയിക്കാനായത്. അൻവറിന് ജനങ്ങളുമായി നല്ല ബന്ധമാണുള്ളത്, നാടിന് ഉപകാരിയായിരുന്നു. സ്വരാജിനെ തോൽപ്പിക്കാനായി തനിക്ക് വോട്ട് നൽകാമെന്ന് വാക്കുപറഞ്ഞ സുഹൃത്തുക്കളിൽ പലരും ആര്യാടൻ ഷൗക്കത്തിന് വോട്ട് ചെയ്തെന്നും മോഹൻ ജോർജ് ന്യൂസ് 18നോട് പറഞ്ഞു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ അപ്രതീക്ഷിത രംഗപ്രവേശമായിരുന്നു ബി.ജെ.പി. സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് മോഹൻ ജോർജ്. അദ്ദേഹം തന്റെ കന്നി അംഗത്തിൽ മുൻവർഷത്തേക്കാൾ ചെറിയ രീതിയിലെങ്കിലും വോട്ട് നില മെച്ചപ്പെടുത്തുകയും ചെയ്തു. എന്തായാലും സ്ഥാനാർത്ഥി തന്നെ നമുക്കൊപ്പമുണ്ട്. വലിയൊരു പോരാട്ടമെന്ന വിലയിരുത്തപ്പെട്ട മത്സരമാണ്. അതിലെ ഈ ഫലത്തിൽ പൂർണ്ണ തൃപ്തിയുണ്ടോ? തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടി നില മെച്ചപ്പെടുത്തി. ഇത് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ നോക്കുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടി ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം ജനറൽ ഇലക്ഷനിൽ കിട്ടുന്നതിനേക്കാളും കുറേയേറെ പുറകിലേക്ക് പോകുന്ന ഒരു ചരിത്രമാണ് കേരള ചരിത്രത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ളത്. പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് നില മെച്ചപ്പെടുത്താൻ കഴിഞ്ഞു. അതൊരു വലിയ വിജയമാണ്. പിന്നെ ഞങ്ങൾ വളരെ താമസിച്ചാണ് പരിപാടി തുടങ്ങിയത്. ഞങ്ങൾ മറ്റവരോടൊപ്പം ഓടിയെത്തി. ഈ UDF-ഉം LDF-ഉം ഒക്കെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം NDA സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അവസാന റൗണ്ടിലാണ് തുടങ്ങിയത്. അതിൻ്റെതായ ഒരു ചെറിയ വിഷമം വന്നെങ്കിലും ഞങ്ങൾ സജീവമായി രംഗത്തിറങ്ങാൻ പറ്റി, മുന്നേറാൻ സാധിച്ചു. ഈ ക്രൈസ്തവ മേഖല വോട്ടുകൾ പൂർണ്ണമായും ആര്യാടൻ ഷൗക്കത്തിലേക്ക് തന്നെ കേന്ദ്രീകരിക്കപ്പെട്ടെന്ന് വരുന്നുണ്ട്. പരമ്പരാഗതമായി UDF-നാണ് ആ വോട്ടുകൾ കിട്ടിക്കൊണ്ടിരുന്നത്. അത് അങ്ങനെ തന്നെ കേന്ദ്രീകരിക്കപ്പെട്ടു? അല്ല, അൻവർ അതിനകത്ത് കുറച്ച് വോട്ട് പിടിച്ചിട്ടുണ്ട്, ഞങ്ങൾ കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം ആര്യാടൻ ഷൗക്കത്തിന് കിട്ടിയിട്ടുണ്ട്. അതാണ് എൻ്റെ സത്യാവസ്ഥ. എന്താണ് ഷൗക്കത്തിന്റെ ഒരു വിജയ ഫോർമുല, അല്ലെങ്കിൽ എന്തുകൊണ്ട് അവർ ഇത്ര വലിയൊരു വിജയം നേടിയെന്ന് താങ്കൾ വിലയിരുത്തുന്നു? ഇതിവിടെ UDF മണ്ഡലമാണല്ലോ. ഇവിടെ UDF മണ്ഡലമാണ്. UDF-ന് മൃഗീയ ഭൂരിപക്ഷമുള്ള മണ്ഡലമാണ് നിലമ്പൂര്. കഴിഞ്ഞ കാലങ്ങളിൽ അൻവർ ഇടതുപക്ഷത്തേക്ക് മാറിയപ്പോൾ ആ രീതിയിൽ സംവിധാനം ചെയ്തപ്പോൾ കുറച്ച് വോട്ടുകൾ അങ്ങനെ ഇടതുപക്ഷത്തിന് സീറ്റ് കിട്ടുന്നേ ഉള്ളൂ. ഇത് ഇടതുപക്ഷ മണ്ഡലമല്ല, ഇത് UDF-ന്റെ മണ്ഡലമാണ്. അവിടെ നിന്നും ക്രമേണയെ ഞങ്ങൾക്ക് മുന്നേറാൻ പറ്റുള്ളൂ. UDF-ന്റെ മണ്ഡലമാണ്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 60,000 വോട്ടോളം ഭൂരിപക്ഷം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഭൂരിപക്ഷം കുറഞ്ഞിരിക്കുകയല്ലേ, അവർക്ക് വോട്ടും കുറഞ്ഞിരിക്കുകയല്ലേ. ഇവിടെ ഈ നിയോജക മണ്ഡലത്തിൽ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച ഏക പാർട്ടി, ഏക പ്രസ്ഥാനം ഞങ്ങളാണ്. അപ്പോൾ LDF-ന്റെ 66,670 മോശമല്ലാത്ത അവരുടെ അടിസ്ഥാന വോട്ടുകൾ നിലനിർത്താൻ പറ്റിയെന്നാണ്? അല്ല, അവരും കുറഞ്ഞല്ലോ. LDF-ഉം UDF-ഉം പിന്നോട്ട് പോയി വോട്ടിംഗ്. ഞങ്ങൾക്ക് അല്പമെങ്കിലും വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. അല്പമെങ്കിലും വർദ്ധിപ്പിച്ചത് NDA മുന്നണിയാണ്, ഞങ്ങളാണ്. ഈ അൻവർ ഫാക്ടർ ഏത് തരത്തിലാണ് ഈ തവണത്തെ ഉപതെരഞ്ഞെടുപ്പിൽ ബാധിച്ചത്? അൻവർ 9 വർഷമായിട്ടൂടെ MLA ആണ്. അൻവറിനോട് ഡയറക്റ്റ് ജനങ്ങളുമായിട്ട് നല്ല ബന്ധമുള്ളതാണ്. ഞാൻ പറയട്ടെ, എന്റെ പഴയകാല കേരള കോൺഗ്രസ് പ്രവർത്തകരിൽ പലരും അൻവറിന്റെ ഒപ്പം ഉണ്ടായിരുന്നു. കാരണം അവർ അൻവറുമായിട്ട് അന്ന് മുതലുള്ള ബന്ധം, ആ ബന്ധം പോലെ നിലനിർത്തി. ജോഷി മാഷും സാബുവും ഒക്കെ നമ്മുടെ ആളുകളായിരുന്നു. ആ ബന്ധം അൻവർ നിലനിർത്തി. അൻവർക്ക് ജനങ്ങളുമായിട്ട് നല്ലൊരു ബന്ധമുണ്ടായിരുന്നു. അതാണ് അദ്ദേഹത്തിന് ആ വോട്ട് കിട്ടാൻ കഴിയും. 9 വർഷം ഇവിടുത്തെ MLA അല്ലേ. UDF-നും LDF-നും അദ്ദേഹത്തിന് നല്ല കാര്യമായ വോട്ട് കിട്ടിയിട്ടുണ്ട്. അത് അൻവറിനെ നിസ്സാരമായി ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല. ഞാൻ മുൻപും പറഞ്ഞല്ലോ, അൻവർ നല്ല ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെന്ന് എനിക്കറിയാമായിരുന്നു. അദ്ദേഹത്തിന്റെ ബന്ധങ്ങളും കാര്യങ്ങളും, അദ്ദേഹം നാട്ടിന് ഉപകാരിയായിരുന്നു. അയാൾ പറഞ്ഞ കാര്യങ്ങൾ ജനങ്ങൾ അംഗീകരിച്ചു. അതാണ് അത്രയും വോട്ട് കിട്ടാൻ കാര്യം. ഈ അൻവർ ഇടതുമുന്നണിയിലില്ല, UDF കൂടെ കൂട്ടിയില്ല, VD സതീശനുമായി വലിയ പോരാട്ടമൊക്കെ നടത്തിയാണ് അദ്ദേഹം മത്സരിക്കായിരുന്നത്. ഈ അൻവറിനെ BJP-യുടെ ഒക്കെ അല്ലെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിനൊപ്പം ചേർത്താൽ വലിയ ഗുണകരമാവുന്ന കരുതുന്നില്ല? അതൊക്കെ പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമില്ലേ. അത് പാർട്ടി പറയാൻ കാര്യം ഞാനല്ല. അൻവർ UDF-ഉമായിട്ട് ബന്ധപ്പെടും. അത് UDF നേതാക്കന്മാർ അത്ര മോശക്കാരൊന്നുമല്ലോ. അവർ കാര്യങ്ങൾ വിലയിരുത്തും. UDF-ൽ ബന്ധപ്പെടുമെന്നാണ് ഞാൻ കരുതുന്നത്. എന്റെ വിശ്വാസം അതാണ്. താങ്കളിപ്പോൾ ഇവിടുത്തെ ഒരു പ്രാദേശിക പ്രവർത്തകർ എന്ന രീതിയിൽ, ഒരു സ്ഥാനാർത്ഥി എന്ന രീതിയിൽ അൻവർ കൂടെ ഉണ്ടെങ്കിൽ BJP-യുടെ ഒപ്പം ചേർന്നാൽ, NDA-യോടൊപ്പം ചേർന്നാൽ അതൊരു കരുത്തല്ലേ? അത് അൻവറല്ലേ തീരുമാനിക്കേണ്ടത്. അൻവർ തീരുമാനിക്കുന്നത് UDF-ന് അനുകൂലമായി നിൽക്കണമെന്നാണല്ലോ അൻവർ തീരുമാനിക്കുന്നത്. അത് അൻവറിന്റെ തീരുമാനമല്ലേ. അത് അവർ തീരുമാനിക്കട്ടെ. പിന്നെ ഞങ്ങളുടെ പാർട്ടിയുടെ കാര്യം പറയണമെങ്കിൽ ഞങ്ങളുടെ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ നേതാക്കന്മാർ പറയേണ്ടത്. അതെനിക്ക് പറയാനൊന്നും ഒരു അവകാശവുമില്ല. താങ്കളുടെ ഒരു പ്രസ്താവന വലിയ വിവാദമായി. അതായത് BJP-യിലെ പല ആളുകളും താങ്കൾക്ക് പരിചയമുള്ള ഒരുപാട് പേരൊക്കെ വോട്ട് ചെയ്യും, ആര്യാടൻ ഷൗക്കത്തിന് വോട്ട് ചെയ്യുമെന്ന് താങ്കൾ പറഞ്ഞു എന്ന രീതിയിലാണ് ആ പരാമർശം വന്നത്. അങ്ങനെ ഒരു വോട്ടിംഗ് രീതി വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ വോട്ട് ചെയ്യുമെന്ന് താങ്കളോട് പറഞ്ഞിട്ടുണ്ടോ? BJP-യുടെ ആളുകളാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എന്റെ കുറെ സുഹൃത്തുക്കളുണ്ട്. ഞാൻ YMCA-യുടെ ഇവിടുത്തെ പ്രസിഡന്റ് ആയിരുന്നു. അതേപോലെ തന്നെ ഞാൻ പല സാമൂഹ്യ സംഘടനകളും പ്രവർത്തിക്കുന്ന ആളായിരുന്നു. എനിക്ക് ആ രീതികളൊക്കെ സുഹൃത്ത് ബന്ധമുണ്ടായിരുന്നു. അവരൊക്കെ UDF അനുകൂലമായിരുന്നു. അവരെനിക്ക് വോട്ട് ചെയ്യാമെന്ന് സമ്മതിച്ചിരുന്നെങ്കിൽ പോലും അവർ പറഞ്ഞു, ഞങ്ങൾ വക്കീൽ വോട്ട് ചെയ്താൽ അത് ചിലപ്പോൾ ആര്യാടന്റെ വിജയത്തെ ബാധിക്കും, അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അതാണ് അത് കാണുക. അത് എന്റെ സുഹൃത്ത് ബന്ധം മാത്രമാണ്. അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഴുവൻ വോട്ടും എനിക്ക് കിട്ടിയിട്ടുണ്ട്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി വളരെ ശക്തമായി എന്റെ പിന്നിൽ ഉറച്ചിട്ടുണ്ട്. അതാണ് പറയുന്നത്. അത് തെറ്റായി വ്യാഖ്യാനിച്ചതാണ്. ഒരിക്കലും ഞാൻ പാർട്ടിയെ കുറ്റം പറഞ്ഞിട്ടില്ല, പാർട്ടിയെ തെറ്റിദ്ധരിച്ചില്ല. പാർട്ടിയുടെ വോട്ട് മുഴുവൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും അദ്ദേഹം ഹാപ്പിയാണ്. തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ചെറിയ രീതിയിലെങ്കിലും വോട്ട് വീതം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. ഉപതെരഞ്ഞെടുപ്പുകളിലെ ഒരു പാറ്റേൺ, നേരിട്ടുള്ള കക്ഷികൾ തമ്മിലുള്ള മത്സരം നടക്കുമ്പോൾ പതിവായി BJP-ക്ക് വോട്ട് കുറയാറുണ്ട്. അതിനപ്പുറം മറ്റൊന്നും
നിലമ്പൂരിൽ സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്.